നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇന്ന് തൃക്കേട്ട ദിനത്തിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോണ വിഭവം വെള്ളരിക്ക കൊണ്ട് എങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കാമെന്നാണ്. നമുക്ക് നോക്കാതെ ഈ ഓണക്കാലത്തൊക്കെ വെള്ളരിക്ക പുളിശ്ശേരി സദ്യയ്ക്ക് നല്ലതാണ്, നമുക്ക് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വിഭവത്തിലേക്ക് എടുക്കാം. വെള്ളരിക്ക പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളരിക്ക ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 3-4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഒരു നാളികേരം, ചെറിയ നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, പച്ചമുളക്, വെളിച്ചെണ്ണ, അതുപോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ കരിവേപ്പില, കൊല്ലംമുളക്, കുറച്ച് ഉലുവ, കടുക്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് നാളികേരം അരയ്ക്കാം. നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാളികേരം, നമ്മൾ ചെരുകി വെച്ച നാളികേരവും അതുപോലെ തന്നെ ഒരു 5-6 നമ്മുടെ പച്ചമുളകും പിന്നെ ഇത്തിരി ജീരകവും കൂടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. നമ്മളത് നന്നായിട്ട് വെണ്ണ പോലെ അരയ്ക്കണം എന്തായാലും. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഉള്ളി നമുക്കിടാം അതിലേക്ക്. പിന്നെ നമുക്ക് കുറച്ച് തൈര്, ലേശം തൈര് അതിലേക്ക് ഒഴിക്കാം. നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം തൈര്. ഇനി ഇത് നല്ല വെണ്ണ പോലെ നമുക്ക് അരിയണം എന്തായാലും. ഇനി ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ഇടാണ് ഞാൻ. ഇനി ഇത് നമുക്ക് അരച്ച് എടുത്തുകൊണ്ട് വരാം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കുമ്പളങ്ങ നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. എന്തായാലും വെള്ളരിക്ക വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെള്ളരിക്ക നമുക്കിടാം. ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമുക്ക് വേവാനുള്ള വെള്ളം ഒഴിക്കാം നമുക്ക് ആവശ്യത്തിന്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക്. ഇനി നമുക്ക് ഒരു 4-5 പച്ചമുളക് അരിഞ്ഞത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇടാം. കീറി വെച്ചത് നമുക്കതിടാം. ഇനി നമുക്കിത് ഗ്യാസ് കത്തിച്ച് നമുക്ക് നന്നായിട്ട് ഇത് വേവിക്കാം. വേണമെങ്കിൽ ലേശം കരിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇടാം നമുക്ക്. ഇനി നമുക്കിത് ഗ്യാസ് കത്തിച്ച് നന്നായിട്ട് നമുക്ക് വേവിക്കാം. നമുക്കിനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്കിടാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് ഉപ്പിടാം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വേവട്ടെ, അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നാളികേരം നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. നമുക്ക് അതിലേക്ക് നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഈ അരപ്പൊക്കെ ഇതിലൊന്ന് പിടിച്ച് പറ്റാം നമുക്ക്. എന്നിട്ട് നമുക്ക് തൈര് ഒഴിക്കാം. നമുക്ക് ഒരു 2 മിനിറ്റോളം ഒന്ന് റെഡിയാവട്ടെന്ന്. എന്നിട്ട് നമുക്ക് തൈര് ഒഴിക്കാം. ഇനി നമുക്ക് അതിലേക്ക് അടിച്ചു വെച്ച തൈര് അതിലേക്ക് നമുക്ക് ഒഴിക്കാം. ആവശ്യത്തിന് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി അധികം ഇത് തിളക്കേണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈരൊക്കെ ചിലപ്പോൾ പൊട്ടി പിരിഞ്ഞു പോകുകൊണ്ട് നമ്മൾ അധികം തിളക്കേണ്ട. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. ഈ ഓണക്കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണിത്. വെള്ളരിക്ക പുളിശ്ശേരി സൂപ്പറാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഉപ്പൊക്കെ നമുക്കിപ്പോൾ ഇടാൻ വേണമെങ്കിൽ, ഞാൻ ഉപ്പിടുന്നില്ല. എന്തായാലും ഉപ്പ് ഉണ്ട് ഇതിലിപ്പോൾ. അപ്പോൾ എന്തായാലും ഈ ഓണക്കാലത്തൊക്കെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. സദ്യക്കൊക്കെ എന്തായാലും നല്ലൊരു വിഭവമാണിത്, വെള്ളരിക്ക പുളിശ്ശേരി. ഇനി നമുക്ക് കടുക് വറുത്തിടാം. ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഇത് വാങ്ങി വയ്ക്കാം. നമുക്ക് എന്നിട്ട് കടുക് വറുത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് എന്തായാലും നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് വറുക്കാൻ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പാൻ ചൂടായതുകൊണ്ട് പെട്ടെന്ന് വെളിച്ചെണ്ണ ചൂടായി കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിന് കടുകിടാം അതിലേക്ക്.
നമുക്ക് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കടുകൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വറ്റൽ മുളക് ഇടാം. കൊല്ലമുളക് എന്ന് പറയും. അത് നമുക്കതിലേക്ക് ഇടാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലേക്ക് ഇടാം. ചെറിയ ഉള്ളി അരിഞ്ഞത് നമുക്കതിലേക്ക് ഇടാം. ഇനി നമുക്ക് അതിലേക്ക് കരിവേപ്പില ആവശ്യത്തിനിടാം. ഞാൻ കുറച്ചിട്ടുണ്ട് കരിവേപ്പില. ഇതെല്ലാം നന്നായിട്ടൊന്ന് മുരിയട്ടെ. മുരിഞ്ഞ് റെഡിയായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇല്ലെങ്കിൽ ഉലുവ പൊടിയായാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യാം. ഞാൻ ഉലുവയാണ് ഇവിടെ ഇടുന്നത്. ഇനി ഉലുവ ഇടാം. പിന്നെ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി നമ്മളിടാം. ലേശം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കരുത്. ഇനി നമുക്കിത് കറിയിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമ്മുടെ കറിയിലേക്ക് ഈ കടുക് വറുത്തത് എടുത്ത് ഒഴിക്കാം. ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് എന്തായാലും സൂപ്പർ ഒരു വെള്ളരിക്ക പുളിശ്ശേരിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ ഈ ഓണക്കാലത്ത് വീട്ടിലുണ്ടാക്കി നോക്കാം. എന്തായാലും നല്ലൊരു വിഭവമാണ്. തിരുവോണത്തിനൊക്കെ സദ്യക്കൊക്കെ വിളമ്പാൻ നല്ലൊരു പുളിശ്ശേരിയാണ് നമുക്കിത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കുക. വെള്ളരിക്ക പുളിശ്ശേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായിട്ട് നാളെ നമുക്ക് എത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏവർക്കും ഓണാശംസകളോടെ